ഉറങ്ങുന്നത് കോടികൾക്ക് മുകളിൽ, പക്ഷേ ബാങ്ക് ബാലൻസ് സീറോ. കഴിഞ്ഞ 45 വർഷമായി ദിവസവും ലോട്ടറി എടുക്കുന്ന, ലോട്ടറിക്ക് വേണ്ടി ലക്ഷങ്ങൾ കളഞ്ഞ ഒരു വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം റാവുത്തർ എന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപം വായ്പൂരാണ് സ്വദേശം. ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ കട്ടിലാണ്. കട്ടിലിൽ അദ്ദേഹം എടുത്ത ലോട്ടറി ടിക്കറ്റുകളാണ് കിടക്കുന്നത്. ഈ ലോട്ടറി ടിക്കറ്റുകൾക്ക് മുകളിൽ കിടന്നാണ് അദ്ദേഹം ഉറങ്ങുന്നത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ചേട്ടാ, 45 വർഷമായി തുടങ്ങിയിട്ടല്ലേ? 45 വർഷമായി. ലക്ഷങ്ങളല്ല, 25 കോടിയിൽ കൂടുതൽ കാശ് ഇതിനകത്ത് മുടക്കിയേക്കുകയാണ് ഞാൻ. പിന്നെ 10,000 രൂപയിൽ കൂടുതൽ അടിച്ചിട്ടില്ല. ആണ്ടിലോ ഞങ്ങളാതിക്ക് 10-50,000 രൂപ മുടക്കുമ്പോൾ 1,000, 500, 100 വല്ലതും കിട്ടും. മറ്റേ അന്യ സംസ്ഥാന ലോട്ടറി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് 10-50,000 രൂപ മുടക്കുമ്പോൾ നല്ല തുക എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാനോ ഇങ്ങനെ കാശ് കളഞ്ഞേക്കുകയാണ്. മറ്റുള്ളവർ ഇനി എടുത്ത് കാശ് കളയാതെ നോക്കുക. കാരണം എന്നാണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ കൂടുതൽ എടുത്തേക്കല്ലേ. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനകത്ത് 25 കോടി അടിച്ചാൽ പോലും എനിക്ക് മുതൽ ഊരാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് പാക്കച്ചവടം ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ആണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം. 4 കിടാവും 2 പശുവും 2 ആടും ചത്തുപോയി. അതിനോടുകൂടി കന്നുകാലി വളർത്ത് നിർത്തി. വീട്ടുകാരി കടം കാരണം ഹോം നേഴ്സായിട്ട് മലപ്പുറത്ത് പോയേക്കുകയാണ്. 17 സെൻറ്റ് സ്ഥലം വീട്ടുകാരിയുടെ വീതം ഉണ്ടായിരുന്നു. 2 പെമ്മക്കളാണ് എനിക്ക്. 2 പെമ്മക്കളെയും കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പലരും എന്നോട് ലോട്ടറി എടുക്കുന്നതിന് എതിരായിരുന്നു. പക്ഷേ ഞാൻ ഇതിനകത്ത് 25 കോടി കൂടുതൽ കാശ് കളഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് എന്നേലും ഒരു പ്രൈസ് നല്ല ഒരു തുക അടിക്കുമല്ലോ എന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ്. ഇന്നലെ 4 ടിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. മിനിങ്ങാന്ന് 12 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ക്രിസ്മസ് ബമ്പറാണ് എടുത്തേക്കുന്നത്. ഇത് അടിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇതടിക്കുമെന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ്. ആൾക്കാർ നേരത്തെ എന്നോട് ചോദിച്ചു, ലോട്ടറി എടുക്കുകയെന്ന് പറഞ്ഞു, പിന്നെ എന്നാ എടുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ലോട്ടറി നേരത്തെ മാധ്യമത്തിൽ ഞാനൊരു ഫോട്ടോ സഹിതം കൊടുത്തു. ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് ഫോട്ടോ കൊടുക്കാമെന്ന് നോക്കിയിട്ട് നടന്നില്ല. ഇനി എടുക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ കൊടുത്തായിരുന്നു. അന്നേ അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചത് എന്നാ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് എടുക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പേപ്പറിനകത്ത് ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. അത് നടന്നില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെ എടുക്കുന്നില്ലെന്നും പറഞ്ഞൊരു ഫോട്ടോ കൊടുത്തതാണെന്ന് ആൾക്കാരോട് പറഞ്ഞു. ഇതിപ്പം താങ്കളുടെ കട്ടിലിൽ മുഴുവൻ ലോട്ടറികളാണ്. ഇത് കൂടാതെ ഇവിടെ ചാക്കിൽ കെട്ടി ടിക്കറ്റുകൾ വെച്ചിരിക്കുകയാണ്. ചാക്കിൽ കെട്ടിയ ടിക്കറ്റ് ഇരിപ്പുണ്ട്. പക്ഷേ 12 വർഷത്തിന് എൻ്റെ ഇളയ മോടെ കല്യാണത്തിന് 5 ചാക്ക് ലോട്ടറി കത്തിച്ച് കളഞ്ഞ് മൂന്ന് തെങ്ങിന് വളം ഇട്ടിട്ടുണ്ട്. ചാരം വാരിയിട്ട് വളം. അതാണ് ആകെ ഉണ്ടായ പ്രയോജനം. ആകെ ഉണ്ടായിരുന്ന എനിക്ക് വായ്പ ഒരു പെട്രോൾ പമ്പുകാർ എനിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡെയിലി എത്ര രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാറുണ്ട്? ഇപ്പം കാശിൻ്റെ വരുമാനം അനുസരിച്ച് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. കാരണം എന്നാ വെച്ചാൽ ഇന്നലെ 4 എണ്ണം ഉണ്ടായിരുന്നു, മിനിങ്ങാന്ന് 12 എണ്ണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ കേരളയുടെ മെമ്പർ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് മറ്റേ ചെറിയ ടിക്കറ്റ് ഇല്ല. ഇതേലും അടിക്കുമെന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗവൺമെൻറ് നിർത്താൻ ഞാൻ നിർത്തുകയില്ല. ഗവൺമെൻറ് ലോട്ടറി നിർത്തണം. ഗവൺമെൻറ് ലോട്ടറി നിർത്തണം, അല്ലാതെ ഞാൻ നിർത്തുകയില്ല. പിന്നെ കൊറോണയുടെ സമയത്ത് നിന്നായിരുന്നു. അന്നേപ്പം ഞാൻ എടുത്തില്ല. അന്നേപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇനിയും അങ്ങ് നിർത്തത്തില്ലയോ എന്ന്. ഞാൻ പറഞ്ഞു, ചെവിക്കകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കോരി ഒഴിച്ചാലല്ലേ പോവുള്ളൂ, കുലുക്കിയാൽ പോകുമല്ലോ. അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ടിരിക്കുക. എന്നേലും ഒരു നല്ല തുക അടിക്കുമെന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ബമ്പർ എടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് നറുക്കെടുപ്പ് അല്ലേ? നറുക്കെടുപ്പ് ഇന്ന് 3 മണിക്കാണ്. ഇത് അടിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ 1 ലക്ഷം രൂപ അടിക്കുകയാണെങ്കിൽ 63 കിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് സെയിം എടുക്കുകയാണെങ്കിൽ പിന്നെ 60,000 രൂപ കിട്ടും. 1 ലക്ഷം അടിച്ചാൽ 35,000 അവർ കമ്മീഷൻ പിടിക്കുകയല്ലേ. അതുകൊണ്ട് സെയിം വരെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ടിക്കറ്റാണ് ഇത് മുഴുവൻ. ലോട്ടറിക്ക് വേണ്ടി കോടികൾ കളഞ്ഞ വ്യക്തിയാണ് താങ്കൾ എന്ന് താങ്കൾ തന്നെ പറയുന്നു. ഈ പുതുതായി ലോട്ടറി എടുക്കലൊക്കെ ആരംഭിച്ചിട്ടുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? പുതിയതായിട്ട് എടുക്കാനുള്ള ആൾക്കാരോട് പറയുന്നത്, ഞാനോ ഇതിനകത്ത് മൊത്തം നശിച്ചു പോയി. അതുകൊണ്ട് ഇനിയുമുള്ള മറ്റുള്ള ആൾക്കാർ ഇതിനകത്ത് ഒരെണ്ണം വല്ലതും എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക, അല്ലാതെ ഇതുപോലെ എടുത്ത് നശിക്കില്ലെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. പിന്നെ ലോട്ടറി ഈ മിഷ്യൻ വഴി അല്ലാതെ ഈ കുറിയിട്ട് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ പണ്ട് സ്കൂളുകളിലൊക്കെ. അങ്ങനെയുള്ള ഇതാണ്. പിന്നെ എങ്ങനെയും കാശ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇബ്രാഹിം ചേട്ടൻ പറയാനുള്ളത്. ഇദ്ദേഹം
കഴിഞ്ഞ 45 വർഷമായി സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ലോട്ടറി എടുത്തെടുത്ത് കോടികൾ ഇതിനുവേണ്ടി മുടക്കി കഴിഞ്ഞു. ഭാര്യ ഇപ്പോൾ ഹോം നേഴ്സായി ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. പെൺമക്കളെയൊക്കെ വസ്തു വിറ്റ് വിവാഹം കഴിച്ചയച്ചു. പക്ഷേ എങ്കിലും ഈ ലോട്ടറി എടുപ്പ് നിർത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകിൽ സർക്കാർ ഇത് നിർത്തട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതല്ല എങ്കിൽ തനിക്ക് ഈ നഷ്ടം വന്ന പണം അല്ലെങ്കിൽ താൻ മുടക്കിയ പണമെങ്കിലും തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ഈ ലോട്ടറി എടുപ്പ് അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെങ്കിലും ഇന്ന് ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് അതിന്റെ നറുക്കെടുപ്പ്. ആ ഒരു ഭാഗ്യമെങ്കിലും ആ ചേട്ടനെ കടാക്ഷിക്കട്ടെ എന്നൊരു ആശംസ മാത്രമാണ് നമുക്കുള്ളത്. പിന്നെ ദൈവത്തിന്റെ സഹായമല്ല, വേറൊരു മനുഷ്യന്റെ സഹായമില്ല. അപ്പോൾ ദൈവം ഈ ലോട്ടറിയിലും കടാക്ഷിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഭാഗ്യദേവത തന്നെ ഒരു നാൾ തേടിയെത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇദ്ദേഹം മുൻപോട്ട് പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.